എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പഴുത്ത നല്ല മധുരമുള്ള ഒരു പൈനാപ്പിൾ വെച്ചൊരു വെറൈറ്റി സാലഡ് ഉണ്ടാക്കി കഴിക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് പൈനാപ്പിൾ ഒന്ന് നല്ലതുപോലെ ചെത്തി കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. പൈനാപ്പിൾ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞത്. അത് എളുപ്പമാകും. കുറച്ച് ഡീപ്പായിട്ട് ചെത്തിക്കളയണം, ആ മുള്ളൊന്നും ഇരിക്കരുത് ഇവിടെ. എന്നിട്ട് ഇതിൻ്റെ ആ ഉള്ളിലിരിക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അതും കുറച്ച് നല്ലതുപോലെ ഇങ്ങനെ കട്ടിക്ക് ചെത്തിക്കളയണം. എന്നിട്ട് ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവരാം. പൈനാപ്പിൾ ഞാനിങ്ങനെ സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്യേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ച് മതി. പിന്നെ വേണ്ടത് മുളക് ചതച്ചതാണ്. അതൊരു ശകലം ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയില. ഇത് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ ഇതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ, സൂപ്പറാണ്. ഇനി വേണ്ടത് ഒരു അരമുറി നാരങ്ങ. അത് ഇതിൻ്റെ ഇത്രയും നീര് എടുക്കണ്ട, ഒരു 2-3 തുള്ളി ഒഴിച്ചാൽ മതി. എന്നിട്ടിത് നമ്മളൊന്ന് ഇങ്ങനെ ഷേക്ക് ചെയ്തെടുക്കണം. സൂപ്പറാണ്. എത്ര കഴിച്ചാലും മതി വരത്തില്ല. പൈനാപ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ ഞൊടിയിടയിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എരിവും പുളിയും ഉപ്പും ആ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറും എല്ലാം കൊണ്ടും നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയൊരു സാലഡാണ്. ഹെൽത്തിയുമാണ്, ഈസിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകല്ലേ.